ഹലോ. കോയമ്പത്തൂർ ഗോയിത്തെ B2 എങ്ങനെ ബുക്ക് ചെയ്യാമെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണിക്കാനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. ഓൾറെഡി കുറേ ഏജൻറ്റുകാർ കുട്ടികളുടെ കയ്യിൽ നിന്ന് വൻതോതിൽ കമ്മീഷൻ മേടിച്ച് ബുക്കിംഗ് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ തരുന്നത്. നിങ്ങളിത് മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക. അറ്റ്ലീസ്റ്റ് ഏജൻറ്റുമാർ ഡിമാൻഡ് കൂടുമ്പോൾ പൈസ കുറയ്ക്കുമ്പോൾ ബാക്കിയുള്ളവർക്ക് അതൊരു നല്ലതായിരിക്കും. അതിനു വേണ്ടിയാണ്, അല്ലാതെ എനിക്കും പൈസ കൊടുത്ത് ചെയ്യാമായിരുന്നു, ഞാൻ വേണ്ടെന്ന് വെച്ചതുകൊണ്ടാണ്. ഓക്കെ, സോ നിങ്ങളിത് ഷെയർ ചെയ്യുക ബാക്കിയുള്ളവർക്ക് ഉപകാരപ്പെടാൻ വേണ്ടി. കാരണം ഓൾറെഡി ഞാൻ ഏജൻറ്റിന് പൈസ കൊടുത്ത് നല്ല റേറ്റ് ബുക്ക് ചെയ്തത് കൊണ്ടാണ് എനിക്കിത് തന്നെ ചെയ്യണം എന്ന് തോന്നി. ഞാൻ തന്നെ പഠിച്ചതാണ്. അങ്ങനെ ഞാൻ അതിൻ്റെ ഇത് നിങ്ങൾക്ക് തരുന്നു. ഓക്കെ, ഇത് ഷെയർ ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ കടമയാണ്. ഓക്കെ, ഫസ്റ്റ് കോയമ്പത്തൂർ നിങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ, അതായത് അവരുടെ വെബ്സൈറ്റിൽ അക്കൗണ്ട് ഓൾറെഡി ഓപ്പൺ ചെയ്തതാണെങ്കിൽ ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. അല്ലെങ്കിൽ ഫസ്റ്റ് GZ കോയമ്പത്തൂർ എന്ന് സെർച്ച് ചെയ്യുക. എന്നിട്ട് ഫസ്റ്റ് വരുന്ന ലോഗിൻ ദ ഗോയിത്തെ സെൻറ്ററും കോയമ്പത്തൂർ ആ സൈറ്റിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവരുടെ ലോഗിൻ സൈറ്റിലൂടെ നമ്മൾ പോകും. അവിടെ ഇമെയിൽ പാസ്വേഡ്, ഓൾറെഡി അക്കൗണ്ട് ഉള്ളവർ ഇമെയിലും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുക. അല്ലാത്തവർ രജിസ്റ്റർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവർ ഡീറ്റെയിൽസ് ചോദിക്കും. അവിടെ ഗിവൺ നെയിം, സർനെയിം, ഇമെയിൽ 2 തവണ പാസ്വേഡ് അടിച്ച് രജിസ്റ്റർ ചെയ്യുക. എന്നിട്ട് പിന്നെയും ഫ്രണ്ട് പേജിൽ ചെന്നിട്ട് ലോഗിൻ ചെയ്യുക. എക്സാം ബുക്കിംഗ് നോർമലി 10:30-ക്കാണ് രാവിലെ. ആ സമയത്ത് ലോഗിൻ ചെയ്തിട്ടിരിക്കുക. അതായത് ഒരു 10:27 ആകുമ്പോൾ സൈറ്റിൽ കയറി ലോഗിൻ ചെയ്യുക. കാരണം അല്ലെങ്കിൽ അവർ പിന്നെയും ലോഗിൻ ചെയ്യാൻ പറയും. ആ സമയം വെറുതെ വേസ്റ്റ് ചെയ്യേണ്ട. കാരണം എത്രയും സ്പീഡിൽ ചെയ്യാവോ, കാരണം ഇത് പെട്ടെന്ന് ബുക്കായി പോകും. എത്രയും സ്പീഡിൽ ചെയ്യാവോ അത്രയും സ്പീഡിൽ ചെയ്യുക. ഓക്കെ, അപ്പോൾ ലോഗിൻ ചെയ്തിരിക്കുക. ഓക്കെ, ഇനിയും ചെയ്യാൻ പോകണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവരുടെ ബുക്കിംഗ് ഡേറ്റ് എന്നാ നോക്കുക. അവരുടെ വെബ്സൈറ്റിൽ പോയാൽ അത് കാണാം, പിന്നെ കാണിക്കാം. അടുത്ത ബുക്കിംഗ്, ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ അടുത്ത ബുക്കിംഗ് ഏപ്രിൽ 8 അപ്പോൾ ഏപ്രിൽ 8 10:30-ക്കാണ് ബുക്കിംഗ്. നമ്മളൊരു 10:20 ആകുമ്പം തന്നെ അവരുടെ വെബ്സൈറ്റിൽ കയറി ലോഗിൻ ചെയ്യുക. 10:30 വരെ വെയിറ്റ് ചെയ്യരുത്. കാരണം 10:30 ആകുമ്പോൾ ഇവരുടെ സൈറ്റ് ബ്രോക്ക് ആവും. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. സോ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യം കോയമ്പത്തൂർ ഗോയിത്തെ എക്സാം ഡേറ്റ് എന്ന് പറഞ്ഞ് ആദ്യം ലോഗിൻ നിങ്ങൾ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് 10:29-30 ആകുമ്പോൾ കോയമ്പത്തൂർ ഗോയിത്തെ എക്സാം ഡേറ്റ് എന്ന് സെർച്ച് ചെയ്യുക. എന്നിട്ട് കറക്റ്റ് ഒരു 10:30 ആകുമ്പം അതൊന്ന് റീഫ്രഷ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ആദ്യം കാണുന്ന ലിങ്ക് എക്സാം ഗോയിത്തെ സെൻറ്ററും എന്ന ലിങ്കാണ് അവർ ഒഫീഷ്യൽ സാധാരണ ലിങ്ക് വരുന്ന സൈറ്റ്. പക്ഷേ അവിടെ ക്ലിക്ക് ചെയ്താൽ അത് ഓൾറെഡി ബ്രോക്കൺ ആയിരിക്കും. അത് നിങ്ങൾക്ക് കയറാൻ പറ്റത്തില്ല. അവിടെ പോകാതെ താഴോട്ട് വരിക. താഴോട്ട് വരുമ്പോൾ ഗോയിത്തെ സെൻറ്ററും കോയമ്പത്തൂർ എന്ന് പറഞ്ഞ സൈറ്റിൻ്റെ ലിങ്ക് കാണാൻ പറ്റും. തൊട്ട് രണ്ടാമതാണ് നോർമലി എൻ്റെ ഫോണിൽ കാണുന്നത്. നിങ്ങളത് നേരത്തെ ഒന്ന് നോക്കി വെക്കുക. അവിടെയാണ് നോർമലി വരാറ്. ഇതാണ് മെയിൻ കോയമ്പത്തൂർ എക്സാം. നമ്മൾ നോർമലി ആദ്യമായിട്ട് ബുക്ക് ചെയ്യുന്ന ഒരാൾ മേളത്തെ ലിങ്ക് ക്ലിക്ക് ചെയ്യും. അത് കിട്ടത്തില്ല, എക്സ്പയർഡ് ആയിരിക്കും. താഴത്തെ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുമ്പം ഇവരുടെ വെബ്സൈറ്റിലോട്ട് നമ്മൾ കയറും. അവിടെ ഇവർ ലിങ്ക് ഓൾറെഡി അപ്ഡേറ്റഡ് ആയിരിക്കും. കണ്ടോ, B207/05/2025. അവിടെ ക്ലിക്ക് ടു രജിസ്റ്റർ എന്ന് കൊടുക്കുക. അപ്പോൾ അവരുടെ സൈറ്റിലോട്ട്, ബുക്കിങ്ങിൻ്റെ സൈറ്റിലോട്ട് നമ്മൾ കയറി ചെല്ലും. അവിടെ ചെല്ലുമ്പം നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവിടെ എക്സാം ടൈപ്പും ഏതാണോ വേണ്ടത്, അതായത് കോയമ്പത്തൂർ നോർമലി ലേസൺ ഹ്യോറൻ ഷൈബിന് ഒരുമിച്ച് എഴുതണം, അല്ലെങ്കിൽ ലേസൺ ഹ്യോറൻ ഒരുമിച്ച് എഴുതണം, അല്ലെങ്കിൽ ഫുൾ മൊഡ്യൂൾ. സിംഗിൾ മൊഡ്യൂൾ നോർമലി ഇല്ല. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവൈലബിൾ സീറ്റ് എല്ലാം കാണാൻ പറ്റും. ഇവിടെ നമ്മുടെ ഫാസ്റ്റാണ് മെയിൻലി. എല്ലാം പെട്ടെന്ന് ടൈപ്പ് ചെയ്യുക. അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് ആപ്പിൽ ഞാൻ ചെയ്യുന്ന നോട്ടിൽ വല്ല നമ്മുടെ ഡീറ്റെയിൽസ് മൊത്തം ഓൾറെഡി ടൈപ്പ് ചെയ്തിട്ട് ബുക്കിങ്ങിൻ്റെ സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൽ പോകുന്നു, കോപ്പി ചെയ്യുന്നു, ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. അതായിരിക്കും എളുപ്പം. ലാപ്ടോപ്പ് ഉള്ളവരാണെങ്കിൽ അതിനെക്കാട്ടും എളുപ്പം ക്ലിപ്പ് ബോർഡിൽ കോപ്പി ചെയ്തെടുക്കുക, കോപ്പി പേസ്റ്റ് അടിക്കുക 1 by 1. അപ്പോൾ ഇവിടെ നോക്കിയിട്ട് എന്തൊക്കെയാണ് വേണ്ടത്, അതായത് ഇമെയിൽ അഡ്രസ്സ്, നെയിം, അഡ്രസ്സ്, ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ അവിടെ ക്ലിക്ക് ചെയ്ത് ചെയ്യണം. പിന്നെ പ്ലേസ് ഓഫ് ബർത്ത്, ഇതെല്ലാം പാസ്പോർട്ടിലെ ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് കൊടുക്കണം. ഓക്കെ, തെറ്റായിട്ട് ഡീറ്റെയിൽസ് കൊടുക്കല്. അതുകൊണ്ട് ഓൾറെഡി ടൈപ്പ് ചെയ്ത് വെച്ചിട്ട് കോപ്പി പേസ്റ്റ് ചെയ്യുന്നതായിരിക്കും എളുപ്പം. പ്ലേസ് ഓഫ് ബർത്ത് കൊടുക്കുക. എക്സാം ടൈപ്പ് ഏതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് പർപ്പസ് ടു ലേൺ, അത് എന്തെങ്കിലും ഹയർ സ്റ്റഡീസ് ആണെങ്കിൽ ഹയർ സ്റ്റഡീസ് കൊടുക്കുക, പഠിക്കേണ്ട ഇത് കൊടുക്കുക. ഇതിനു മുമ്പ് അപ്പിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് യെസ് കൊടുക്കുക. എന്നിട്ട് നോ കൊടുത്താൽ, നേരത്തെ അപ്പിയർ ചെയ്തിട്ടില്ല, നോ കൊടുക്കുക. യെസ് കൊടുത്താൽ എവിടെയാണെന്നോ അതിൻ്റെ പാർട്ടിസിപ്പൻറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ ഓൾറെഡി എക്സാം എഴുതിയവർക്ക് കിട്ടുന്ന നമ്പറാണ്. അത് ഓൾറെഡി എഴുതിയവരാണെങ്കിൽ ഇവിടെ കൊടുക്കുക. അഡ്രസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ കൊടുക്കുക. എന്നിട്ട് ഇവിടെ ID പ്രൂഫ് ഫോർ വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അവിടെ നമ്മുടെ പാസ്പോർട്ടിൻ്റെ PDF അല്ലെങ്കിൽ PDF അല്ല, JPG ഫോട്ടോ, നല്ലൊരു ഫോട്ടോ സ്കാൻ ചെയ്തിട്ട്, നിങ്ങൾ എവിടെയെങ്കിലും പോയി സ്കാൻ ചെയ്യുന്നതായിരിക്കും നല്ല. സ്കാൻ ചെയ്ത ഫോട്ടോ എടുത്തുകൊണ്ട് വന്നിട്ട് അല്ല കഫേ പോയി സ്കാൻ ചെയ്യുക. ആ ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. ടേംസ് ആൻഡ് കണ്ടീഷൻ ടിക്ക് ചെയ്യുക. സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. ഐ ആം നോട്ട് റോബോട്ട് കൊടുത്തിട്ട് സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. രജിസ്ട്രേഷൻ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് മെയിൽ വരും. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് വേണം ഇതെല്ലാം ചെയ്യാൻ. അപ്പോൾ നല്ല ഫാസ്റ്റ് ചെയ്യാൻ പറ്റും.
പെട്ടെന്ന് ചെയ്ത് സബ്മിറ്റ് ചെയ്തിട്ട് ബുക്കിംഗ് കൺഫേം ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മെയിൽ വരും. കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും മെയിൽ വരിക. അതിൽ നിങ്ങൾക്ക് ഈ മെയിലാണ് കാണുന്നത്. ഇതിൽ നിങ്ങൾക്ക് എത്ര രൂപയാണ് അടയ്ക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മെയിൽ വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യം ഇവരുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ഇത് അയച്ചു കൊടുക്കുക. അതായത് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് അവർ തരും. അതിലോട്ട് NEFT അല്ലെ RTGS. NEFT നമ്മുടെ എല്ലാവരുടെയും മൊബൈൽ ബാങ്ക് ആപ്ലിക്കേഷൻ. അതിപ്പോൾ അച്ഛൻ്റെ ആണെങ്കിലും അമ്മയുടെ ആണെങ്കിലും ബ്രദറിൻ്റെയോ സിസ്റ്ററിൻ്റെയോ വല്ലതും ആണെങ്കിൽ അവരുടെ അക്കൗണ്ട് സ്വന്തമായിട്ടില്ലെങ്കിൽ അവരുടെ ആപ്ലിക്കേഷൻ വഴിയാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. ആപ്ലിക്കേഷൻ അല്ല, NEFT വഴിയാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. UPI അല്ല, NEFT തന്നെ വേണം. ഓക്കെ, അല്ലെങ്കിൽ ബാങ്കിൽ പോയി ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. അതായത് നിങ്ങൾക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഒന്നും ഇല്ലെങ്കിൽ ഡയറക്റ്റ് ബാങ്കിൽ പോയി അവർക്ക് പറഞ്ഞാൽ NEFT വഴി പൈസ അയക്കാൻ പറ്റും. ഈ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് അതിനപ്പോൾ നിങ്ങൾക്ക് റെസിപ്റ്റ് കിട്ടും. ഓക്കെ, ആ റെസിപ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ നേരെ വീണ്ടും മറ്റേ GEZ കോയമ്പത്തൂർ എന്ന് പറയുന്ന സൈറ്റിൽ പോയി ലോഗിൻ ചെയ്യുക. അപ്പോൾ അവിടെ ഹോം എന്ന് പറഞ്ഞ ഇതെടുക്കുക. അതായത് ലോഗിൻ പേജാണ് ഈ കാണുന്നത്, ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത്. അവിടെ ആ ഹോം എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിൽ ആ 3 വരെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഹോം എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. അത് ക്ലിക്ക് ചെയ്യുമ്പം എക്സാം രജിസ്ട്രേഷൻ നമുക്ക് അപ്രൂവ്ഡ് ആയെന്ന് പറഞ്ഞ് വെബ്സൈറ്റിൽ കാണും. അവിടെ വ്യൂവേ ക്ലിക്ക് ചെയ്യുമ്പോൾ ബുക്കിങ്ങിൻ്റെ എവിടെയാണ് ബുക്ക് ചെയ്തത് ആ ഫുൾ ഡീറ്റെയിൽസ്, നമ്മുടെ പേരും നാളും എല്ലാം കാണാം. ഞാൻ പേരൊന്നും ഇപ്പോൾ കാണിക്കുന്നില്ല, എല്ലാം നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അങ്ങോട്ട് ചെന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ NEFT. ഓക്കെ, അപ്പം NEFT നമ്മൾ ഓൾറെഡി പൈസ സെൻഡ് ചെയ്തതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് അല്ലെങ്കിൽ അതിൻ്റെ റെസിപ്റ്റ് വേണം. അപ്പോൾ അതിൻ്റെ റെസിപ്റ്റ് ആപ്ലിക്കേഷൻ വഴി പൈസ ട്രാൻസ്ഫർ ചെയ്തവർക്ക് ആപ്ലിക്കേഷനിൽ തന്നെ റെസിപ്റ്റ് കിട്ടും. അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക. സ്ക്രീൻഷോട്ട് എല്ലാ ആപ്ലിക്കേഷനിലും പറ്റത്തില്ല. ഷെയർ ഓപ്ഷൻ കാണും. അതിനകത്ത് അപ്പോൾ നമുക്ക് PNG ഫയലായിട്ടോ അല്ലെങ്കിൽ JPEG ഫയലായിട്ടോ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ബാങ്കിൽ പോയി ട്രാൻസ്ഫർ ചെയ്തവർ ബാങ്കിൽ നിന്നുള്ള റെസിപ്റ്റ് മേടിക്കുക, ഫോട്ടോ എടുക്കുക, എന്നിട്ട് അത് കയ്യിൽ വെക്കുക. അതിന് മുമ്പ് അത് കഴിഞ്ഞോ അത് മുമ്പേ ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. നമുക്ക് ഇവരുടെ ഒരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ട് കോയമ്പത്തൂരുകാർക്ക്. അതിന് ഗോയിത്തെ കോയമ്പത്തൂർ എക്സാം ഡേറ്റ് എന്ന് സെർച്ച് ചെയ്യുക. എന്നിട്ട് ആ ഫസ്റ്റ് ഓപ്ഷൻ, മുമ്പേ നമ്മൾ രണ്ടാമത്തെ ഓപ്ഷനിലോട്ടാണ് ബുക്കിങ്ങിൻ്റെ സമയത്ത് പോയത്. ഇപ്പോൾ ഫസ്റ്റ് ഓപ്ഷനാണ് അവരുടെ മെയിൻ. അവിടെ ക്ലിക്ക് ചെയ്യുക, എക്സാം കോയത്തെ സെൻറ്ററും. ബുക്കിംഗ് പീരീഡൊക്കെ കഴിയുമ്പോൾ അവർ സൈറ്റ് പഴയതുപോലെ തന്നെ ആവും. അവിടെ നമ്മൾ സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ദ എക്സാം രജിസ്ട്രേഷൻ ഫോം എന്ന ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് രജിസ്ട്രേഷൻ ഫോം നമ്മൾ ഫില്ല് ചെയ്യണം. രജിസ്ട്രേഷൻ ഫോമിൽ നമ്മൾ ഇത് നോക്കിയാൽ പാർട്ടിസിപ്പൻ്റ് നമ്പറുണ്ട്. പാർട്ടിസിപ്പൻ്റ് നമ്പർ നമുക്ക് ആവശ്യമില്ല. ഓൾറെഡി എഴുതിയവരാണെങ്കിൽ പാർട്ടിസിപ്പൻ്റ് നമ്പർ ഫില്ല് ചെയ്യണം. കാരണം അപ്പോഴേ നമുക്ക് ന്യൂ ആയിട്ട് ബുക്ക് ചെയ്യുന്നവർക്ക് പാർട്ടിസിപ്പൻ്റ് നമ്പർ ഇല്ല. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാം. ഇത് ഫുള്ളി ഫില്ല് ചെയ്യണം. ഇൻറ്റേർണൽ ആണോ എക്സ്റ്റേണൽ ആണോ, എക്സ്റ്റേണൽ ആണെങ്കിൽ എവിടെയാണ് പഠിച്ചത്. DD നമ്പറിൻ്റെ ഒന്നും ആവശ്യമില്ല. അത് DD ആയിട്ട് പൈസ അയച്ചവർക്കാണ്. ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ, ഓക്കെ, ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ കൊടുക്കുക, ഫോട്ടോ കൊടുക്കുക, B2 കൊടുക്കുക, ഏതാണ് നമ്മൾ ബുക്ക് ചെയ്തത്. ഇപ്പം 3 ബുക്ക് ചെയ്തെങ്കിൽ അതിന് ടിക്ക് കൊടുക്കുക. പിന്നെ പേര്, നാള്, വീട് എല്ലാം എഴുതുക. അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉള്ളവർക്ക്, ലാപ്പ് ഉള്ളവർക്ക് ഓൺലൈനിൽ ടൈപ്പ് ചെയ്തിട്ട് പ്രിൻ്റ് എടുത്താലും മതി. ഇത് ഫുള്ളി ഫില്ല് ചെയ്യുക. ആ ചുവന്ന ഇതിലുള്ളത് നമ്മൾ ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ചുമന്ന ഓറഞ്ച് കളർ, ഓക്കെ, ആ ഫോം ഓറഞ്ച് കളറിൽ കൊടുത്തത് നമുക്ക് ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, നമ്മുടെ കയ്യിലിപ്പോൾ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ഫോട്ടോയും ഉണ്ട്, ട്രാൻസ്ഫർ ചെയ്ത പൈസയുടെ റെസിപ്റ്റിൻ്റെ പിക്ചറും ഉണ്ട്. ഇത് രണ്ടും ഞാൻ മുമ്പേ പറഞ്ഞല്ലോ. എക്സാം രജിസ്ട്രേഷനിൽ ചെല്ലുമ്പോൾ വ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണും. അവിടെ ക്ലിക്ക് ചെയ്ത് താഴെ വരുമ്പം അറ്റാച്ച്ഡ് ട്രാൻസാക്ഷൻ റെസിപ്റ്റ്, അറ്റാച്ച്ഡ് ആപ്ലിക്കേഷൻ ഫോം, അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ അപ്പോൾ നമുക്ക് ഇത് അറ്റാച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ കാണും. ഞാൻ ഓൾറെഡി അറ്റാച്ച് ചെയ്തുകൊണ്ടാണ് അവിടെ ട്രാൻസാക്ഷൻ ഡൗൺലോഡ് എന്ന് കാണിക്കുന്നത്. നിങ്ങൾക്കത് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ചെയ്യും. അവിടെ നിങ്ങൾ ട്രാൻസാക്ഷൻ റെസിപ്റ്റും അപ്ലോഡ് ചെയ്യുക. ഫിൽഡ് ആപ്ലിക്കേഷൻ ഫോമും അപ്ലോഡ് ചെയ്യുക. എന്നിട്ട് വെയിറ്റിംഗ് ഫോർ കൺഫർമേഷൻ. എൻ്റെ കേസിൽ വെയിറ്റിംഗ് ഫോർ കൺഫർമേഷൻ എക്സാം കഴിഞ്ഞിട്ടും കൺഫർമേഷൻ ആയിട്ടില്ല ആണ്. ഇപ്പോൾ അവരൊരു അഡ്മിറ്റ് കാർഡൊക്കെ തരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതായത് ഈ വെബ്സൈറ്റിൽ നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ അവിടെ എക്സാം പോകുന്നതിന് മുമ്പ് കൊണ്ടുപോകാനായിട്ട് ഒരു അഡ്മിറ്റ് കാർഡ്, ഓക്കെ, അത് എപ്പോഴാണെന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. ബുക്കിംഗ് ചെയ്ത് കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാണോ, എന്തായാലും പോകുന്നതിന് മുമ്പ് അവരൊരു മെയിൽ നമുക്ക് അയക്കും എന്തൊക്കെ നമ്മൾ കൊണ്ടുപോകണം. അതിലവർ മെൻഷൻ ചെയ്യും എന്തൊക്കെ നമ്മൾ ഒരാഴ്ച മുമ്പ്, എക്സാമിന് ഒരാഴ്ച മുമ്പ് അവർ നമുക്ക് മെയിൽ ചെയ്യും ഇന്ന സാധനങ്ങൾ അവിടെ കൊണ്ടുപോകണം. നോർമലി 2 ഫോട്ടോ, ഇത് എൻ്റെ വേണ്ട പാസ്പോർട്ടിൻ്റെ ഒരു കോപ്പി, ഇത് രണ്ടുമാണ് വേണ്ടത്. പിന്നെ ഇപ്പോൾ ഒരു അഡ്മിറ്റ് കാർഡ് കോയമ്പത്തൂർ തുടങ്ങിയെന്ന് പറയുന്നുണ്ട്. ആരെങ്കിലും പോയി എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ അത് ആഡ് ചെയ്യുക, ബാക്കിയുള്ളവർക്ക് ഉപകാരപ്പെടും. അങ്ങനെയാണെങ്കിൽ അഡ്മിറ്റ് കാർഡ് അവരുടെ വെബ്സൈറ്റിൽ തന്നെ ഈ ലോഗിൻ ചെയ്ത് സ്ഥലത്ത് തന്നെ കിട്ടാനാണ് സാധ്യത. അത് ഡൗൺലോഡ് ചെയ്ത് പ്രിൻറ്റ് ചെയ്ത്, എന്തായാലും ഇത് ഒരാഴ്ചയ്ക്ക് മുമ്പ് വരുന്ന മെയിലിൽ എല്ലാം അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അതിലാവശ്യമുള്ള സാധനങ്ങളെല്ലാമായിട്ട് പോവുക. അപ്പോൾ ഓക്കെ, മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക. ഷെയർ ചെയ്ത് നല്ല വ്യൂ കിട്ടുവാണെങ്കിൽ ഞാൻ കൊച്ചി
ട്രിവാൻഡ്രം അടുത്ത മാസത്തിനുള്ളിൽ തന്നെ അപ്ലോഡ് ചെയ്യാം. അല്ലാതെ കുറച്ച് പേരെ കാണുന്നുള്ളെങ്കിൽ ഞാനിത് എല്ലാവർക്കും ഒരു ഉപകാരമാവട്ടെ എന്ന് വിചാരിച്ച കൂടെ ചെയ്യുന്നതാണ്. അപ്പോൾ മാക്സിമം ആൾക്കാർക്ക് അയച്ചു കൊടുക്കുക. നമ്മൾ ഈ ഏജൻസിൻ്റെ ഇത് കുറയ്ക്കണം. കൊച്ചി തിരുവനന്തപുരത്തിൻ്റെ ടിപ്സ് ആൻഡ് ട്രിക്സ് എങ്ങനെ ബുക്ക് ചെയ്താൽ കിട്ടും, എങ്ങനെ ബുക്ക് ചെയ്യേണ്ടതെന്നും കൂടെ കിട്ടും. ഇതിന് നല്ല വ്യൂസ് കിട്ടിയാൽ അത് ഞാൻ അപ്ലോഡ് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള ബാംഗ്ലൂർ അങ്ങനെയുള്ള ആവശ്യമുള്ളതുണ്ടെങ്കിൽ അതും പറയുക. ഇതിന് നല്ല വ്യൂ കിട്ടുവാണെങ്കിൽ അതും ചെയ്യുന്നതായിരിക്കും.